ചാലക്കുടി അതിരപ്പള്ളിയിൽ കാട്ടാന ഗതാഗതം തടസ്സപ്പെടുത്തി. റോഡിലേക്ക് പന മറിച്ചിട്ടതിനെ തുടർന്ന് 2 സ്ഥലങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്ന ദൃശ്യം പ്രേക്ഷകർ കാണുകയാണ്. പന വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന് വൈദ്യുതി ഈ ഭാഗത്ത് മുടങ്ങിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. പറയൂ സൂരജ്, ശരിക്കും ഈ കാട്ടാനകൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ നാട്ടിലിറങ്ങി അങ്ങ് താമസമാക്കിയതുപോലെ ഉണ്ടല്ലോ ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ. അതിരപ്പള്ളിയിൽ ഇന്ന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് 2 ഇടങ്ങളിലാണ് ഈ കാട്ടാനക്കൂട്ടം ഈ പന മറിച്ചിട്ടത്. എണ്ണപ്പന മറിച്ചിട്ട ശേഷം ഈ ഗതാഗത തടസ്സമടക്കം സൃഷ്ടിക്കുകയായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു. കാരണം ഈ യാത്രക്കാരൊക്കെ രാവിലെ നേരം കടന്നു പോകുന്ന പ്ലാന്റേഷൻ റോഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ആദ്യം ഈ ആന ഈ പന മറിച്ചിട്ടത് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് അവർ നേരെ പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റിലേക്ക് വിവരം അറിയിക്കുന്നു. അങ്ങനെ ആ ജീവനക്കാർ ഈ പ്ലാന്റേഷനിലെ ചെക്ക് പോസ്റ്റിൽ യാത്രക്കാരെ തടഞ്ഞതുകൊണ്ടാണ് വലിയ അപകടമൊന്നും ഉണ്ടാകാതെ തന്നെ ഈ യാത്രക്കാർ രക്ഷപ്പെട്ടത്. 2 ഇടങ്ങളിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പന മറിച്ചിട്ടത്. കാലടി പ്ലാന്റേഷന്റെ 17ാം ബ്ലോക്കിലെ ഫാക്ടറിക്ക് സമീപത്തും അതോടൊപ്പം തന്നെ 18ാം ബ്ലോക്കിലെ ഏഴാറ്റുമുഖം ഡാം പരിസരത്തുമാണ് ഈ കാട്ടാന പന മറിച്ചിട്ടത്. അതിനിടയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കം ആന തകർത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ എത്തിയതെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ പന മറിച്ചിട്ട് ഈ പനയിൽ നിന്ന് ആ പനച്ചോറടക്കം കഴിച്ച ആന ഇതിന് സമീപത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. ഏറെ നേരം ആന അവിടെ തന്നെ നിലയുറപ്പിച്ചു. പിന്നീട് ഈ തോട്ടം തൊഴിലാളികൾ അടക്കം എത്തിയാണ് ആനയെ അവിടെ നിന്ന് കയറ്റി വിട്ടതെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച്, അതായത് ഈ വേനലിലേക്ക് നടന്നെടുത്തു തുടങ്ങിയത് കൊണ്ട് തന്നെ കൂടുതൽ ആനകൾ ഈ മേഖലയിലേക്ക് എത്തിത്തുടങ്ങിയെന്നുള്ളതാണ് പ്ലാന്റേഷൻ ജീവനക്കാർ അടക്കം പറയുന്നത്. വലിയ രീതിയിൽ ഇവർ ശബ്ദമുണ്ടാക്കി എന്തായാലും ആനയെ ഇപ്പോൾ ഈ കാട്ടിലേക്ക് കയറ്റിവിടുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.